الحمد لله رب العالمين والصلاة والسلام على سيدنا محمد وعلى آله وصحبه وعترته ومن تبعهم بإحسان إلى يوم الدين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. ഏറ്റവും ആദരം നിറഞ്ഞ യോഗാധ്യക്ഷൻ അബ്ദുൽ ഖാദിർ ഹാജി അവർകളെ, ഇവിടെ ഇന്ന് മുഖ്യ പ്രഭാഷണം നടത്തുന്ന കേരളത്തിൻ്റെ അനുഗ്രഹീത പ്രഭാഷകൻ അൽ ഖാസിമി പത്തനാപുരം, ഇവിടെ സന്നിധരായിട്ടുള്ള പണ്ഡിതന്മാര്, മൊറാക്കളെ, ഉലമാക്കളെ, മറ്റു വേദിയിലെ പ്രമുഖവ്യക്തിത്വങ്ങളെ, ഈ പരിപാടി സംഘടിപ്പിച്ച യുവജന സംഘത്തിൻ്റെ നേതാക്കളെ, എൻ്റെ പ്രിയങ്കരായ സഹോദരിമാരെ, സഹോദരന്മാരെ, കുരട്ടൂരിലെ ഒരു കൂട്ടം ചെറുപ്പക്കാർ പരിശുദ്ധമായ ഇസ്ലാമിൻ്റെ പ്രബോധന രംഗത്ത് ഏറെ കാലോചിതമായ വിഷയങ്ങൾ കൈകാര്യം ചെയ്തുകൊണ്ട് ഇന്നിവിടെ ഒരു വിജ്ഞാനത്തിൻ്റെ സദസ്സ് ഇവിടെ സംഘടിപ്പിച്ചിരിക്കുകയാണ്. കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലെ പ്രമുഖരായ പണ്ഡിതന്മാരെ പങ്കെടുപ്പിച്ചുകൊണ്ട്, പ്രഭാഷകരെ പങ്കെടുപ്പിച്ചുകൊണ്ട് 4 ദിവസം നീണ്ടു നിൽക്കുന്ന പ്രഭാഷണ പരമ്പര ഇവിടെ നടക്കുമ്പോൾ അതിൻ്റെ ഒരു ഭാഗമായി മാറുവാനും അതിലൊരു സാന്നിധ്യം അർപ്പിക്കാൻ സാധിച്ചതിൽ വലിയ സന്തോഷമുണ്ട്. ഇത്തരത്തിലുള്ള ദീനി പ്രബോധന രംഗത്തിൻ്റെ ഏറ്റവും വലിയ സദസ്സിനെ ഇവിടെ സംഘടിപ്പിക്കാൻ വേണ്ടി മുന്നോട്ട് വന്ന യുവജന വിഭാഗങ്ങളെ, യുവജന നേതാക്കളെ ഞാൻ ആദ്യമായി അഭിനന്ദിക്കുകയാണ്. ബഹുമാന്യരായ പി അബൂബക്കർ ഖാസിമി പത്തനാപുരം, അദ്ദേഹമാണ് ഇവിടെ പ്രഭാഷണം നിർവഹിക്കുന്നത്. അദ്ദേഹം വേദിയിലേക്ക് വരികയാണ്. കേരളത്തിൻ്റെ എല്ലാ മേഖലയിലും ഇസ്ലാമിൻ്റെ വെളിച്ചമെത്തിക്കുന്നതിന് വേണ്ടി ഏറെ ത്യാഗം ചെയ്തുകൊണ്ട്, കുടുംബവും നാടും വിട്ടുകൊണ്ട്, ഓരോ ദിക്കിലും മൂലയിലും പോയിക്കൊണ്ട്, ഇതുപോലെ പാതിരാത്രി വരെ അള്ളാഹുവിനെ കുറിച്ചും അള്ളാഹുവിൻ്റെ റസൂലിനെ കുറിച്ചും പരിശുദ്ധമായ ഖുർആനെ കുറിച്ചും തിരുസുന്നത്തിനെ കുറിച്ചും സഹാബാക്കളെ കുറിച്ചും ഇസ്ലാമിൻ്റെ ചരിത്രങ്ങളെക്കുറിച്ചും ആകാശങ്ങളെക്കുറിച്ചും ഭൂമിയെക്കുറിച്ചും നമ്മൾ ചിന്തിക്കുന്ന എല്ലാ കാര്യങ്ങളെക്കുറിച്ചും, ചിന്തിക്കേണ്ട എല്ലാ കാര്യങ്ങളെക്കുറിച്ചും വിശദമായി സംസാരിച്ചുകൊണ്ട് ജനങ്ങളെ ആത്മീയ ചൈതന്യത്തിൻ്റെ നിറവിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് അവരെ അള്ളാഹുവിൻ്റെ തൃപ്തരായ, അള്ളാഹു തൃപ്തിപ്പെട്ട അടിമകളാക്കി മാറ്റുന്നതിന് വേണ്ടി അവസാനമായി പരലോകത്ത് സ്വർഗീയ ജീവിതത്തിൻ്റെ സൗഭാഗ്യത്തിൻ്റെ ഭാഗമായി മാറുന്നതിന് വേണ്ടി അവ നടത്തുന്ന ഈ പ്രബോധന പ്രവർത്തനം ഏറെ പ്രശംസനീയമാണ്. അള്ളാഹുവിനെ കുറിച്ച് പറയുകയും നല്ല കാര്യങ്ങൾ പ്രവർത്തിക്കുകയും, ഞാൻ നിശ്ചയമായും ഒരു മുസ്ലിമാണെന്ന് പറയുന്നതിനേക്കാൾ നല്ല വാക്ക് മറ്റെന്തുണ്ട് എന്നാണ് പരിശുദ്ധമായ ഖുർആൻ ചോദിക്കുന്നത്. അങ്ങനെ ഏറ്റവും നല്ല വാക്കുകൾ പറഞ്ഞുകൊണ്ട്, അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട്, നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ട്, ഞാനൊരു വിശ്വാസിയാണ്, മുസ്ലിമാണെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരു സമൂഹത്തെ സൃഷ്ടിച്ചെടുക്കുവാൻ രാപ്പകൽ ഇവിടെ ഓടി നടന്നുകൊണ്ട് അള്ളാഹുവിന്റെ മാർഗത്തിൽ നടത്തുന്ന ഒരു വലിയ ജിഹാദാണ് ഇത്തരത്തിലുള്ള പ്രഭാഷണങ്ങൾ എന്ന് പറയുന്നത്. പ്രഭാഷണം ലോക സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തിയിട്ടുള്ള ഒരു വലിയ ഘടകമാണ്. ലോകത്തിന്റെ വിവിധ സമൂഹങ്ങളിൽ വിവിധ പ്രത്യയശാസ്ത്രങ്ങൾ അവിടെ വേരോടുന്നതിന് വേണ്ടി, വിവിധ പ്രത്യയശാസ്ത്രങ്ങൾ അവിടെ വളർത്തുന്നതിന് വേണ്ടി ധാരാളം പ്രഭാഷകർ അവരുടെ പ്രത്യയശാസ്ത്രങ്ങൾ പഠിച്ചുകൊണ്ട് ജനങ്ങൾക്ക് മുമ്പിൽ പറഞ്ഞു കൊടുത്തപ്പോൾ അതവിടെ അവരുടെ ഹൃദയങ്ങളിലേക്ക്
ഏറെ സ്വാധീനത്തോടുകൂടി തുളച്ചു കയറുകയും അതവരുടെ ജീവിതത്തിന്റെ ഭാഗമാവുകയും ചെയ്തു എന്നുള്ളത് നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറെ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. അതാണ് നമ്മളെപ്പോഴും പ്രാർത്ഥിക്കാറുള്ളത്. നാവിന്റെ കെട്ടുകളെ അയക്കണേ, യഫ്ഖഹു ഖൗലി, എന്റെ സംസാരത്തെ മറ്റുള്ളവർക്ക് മനസ്സിലാക്കി തരണേ എന്നുള്ള പ്രാർത്ഥന. ഒരു ദാഇയുടെ ഏറ്റവും വലിയ ഒരു വാളാണ് അവന്റെ നാവ് എന്ന് പറയുന്നത്. ആ നാവിലൂടെ വാക്കുകൾ കൊണ്ട് അമ്മാനമാടിക്കൊണ്ട് ഇവിടെ ധാരാളം ചരിത്രങ്ങൾ സൃഷ്ടിച്ചവരുണ്ട്. പ്രഭാഷണത്തിന്റെ കാര്യത്തിലും അത് തന്നെയാണ്. ലോകത്തെ ഏറ്റവും വലിയ കോലക്കം സൃഷ്ടിച്ചിട്ടുള്ള ലോക ഭരണാധികാരികളായി ഒരാളായിരുന്ന ജൂലിയസ് സീസർ. ആ ജൂലിയസ് സീസറിന്റെ ഏറ്റവും അടുത്ത സഹചാരിയായിരുന്ന ആത്മസുഹൃത്തായിരുന്ന ബ്രൂട്ടസ്. ആ ബ്രൂട്ടസ് സ്വന്തം സുഹൃത്തിനെ വഞ്ചിച്ചുകൊണ്ട് കൊന്ന ചരിത്രമാണ് ചരിത്രത്തിലുള്ളത്. നീയും എന്ന് ചോദിച്ചുകൊണ്ട് ബ്രൂട്ടസ്, യു ടു ബ്രൂട്ടസെ, നീയും എന്നെ ചതിച്ചോ എന്നുള്ള ചരിത്രത്തിലെ ആലേഖനം ചെയ്തിട്ടുള്ള ആ വാക്കുകൾ, ആ ബ്രൂട്ടസിന്റെ ആ അത്രയും ദുഷ്ട മനസ്സുള്ള ബ്രൂട്ടസിനെ ലോകത്തിന്റെ മുമ്പിൽ ഏറ്റവും വലിയ ഉന്നതനായി മാറ്റുന്നതിന് വേണ്ടി അന്നത്തെ ഏറ്റവും നല്ല പ്രഭാഷകനായിട്ടുള്ള മാർക്ക് ആന്റണി നടത്തിയിട്ടുള്ള പ്രഭാഷണം ലോക സമൂഹത്തിന് മുമ്പിൽ ഏറ്റവും ദുഷ്ടനായ ബ്രൂട്ടസിനെ ലോകത്തിന് മുമ്പിൽ ഏറ്റവും ഉന്നതനായ വ്യക്തി ആക്കി മാറ്റുന്നതിൽ ഒരു വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. അദ്ദേഹം ബ്രൂട്ടസിന്റെ എല്ലാ നല്ല കാര്യങ്ങളും പറഞ്ഞുകൊണ്ട്, ജൂലിയസ് സീസറിനെ അപകീർത്തിപ്പെടുത്തിക്കൊണ്ട്, ബ്രൂട്ടസ് ചെയ്തിട്ടുള്ള ഓരോ കാര്യങ്ങളും പറഞ്ഞുകൊണ്ട്, ഓരോ വാക്കുകൾക്കിടയിലും പുട്ടിന് തേങ്ങയിടുന്നത് പോലെ ബ്രൂട്ടസ് ഈസ് എൻ ഓണറബിൾ മാൻ, ബ്രൂട്ടസ് ഈസ് എൻ ഓണറബിൾ മാൻ എന്ന് പറഞ്ഞുകൊണ്ട് ലോക സമൂഹത്തിന് മുമ്പിൽ, ആ നൂറ്റാണ്ടിലെ സമൂഹത്തിന് മുമ്പിൽ ഏറ്റവും ദുഷ്ടനായ ഒരു വ്യക്തിയെ പരിശുദ്ധനാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു വലിയ സ്വാധീനം അദ്ദേഹത്തിന്റെ പ്രഭാഷകനുണ്ടെങ്കിൽ, ലോക സമൂഹത്തിന് ഏറ്റവും കൂടുതൽ, ലോക സമൂഹത്തിന് മാത്രമല്ല സർവചരാചരങ്ങൾക്കും വഴികാട്ടിയായിക്കൊണ്ട്, വെളിച്ചമായിക്കൊണ്ട് ഇറങ്ങിയിട്ടുള്ള അല്ലാഹുവിന്റെ കലാമായ ലൗഹുൽ മഹ്ഫൂദിൽ സൂക്ഷിക്കപ്പെട്ടിട്ടുള്ള പരിശുദ്ധമായ ഖുർആൻ, ആ ഖുർആൻ ഇവിടെ നൽകിയിട്ടുള്ള, ഈ ലോക സമൂഹത്തിന് നൽകിയിട്ടുള്ള ഏറ്റവും വലിയ ഒരു അനുഗ്രഹീതമായ പ്രത്യയശാസ്ത്രമാണ് പരിശുദ്ധമായ ഖുർആൻ. അത് സത്യമാണ്. അൽ ഖുർആൻ ഹഖ്ഖുൻ, ഖുർആൻ സത്യമാണ്. അത് അല്ലാഹുവിന്റെ കലാമാണ്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലൂടെ ലോകത്ത് അതിവിടെ അവതരിപ്പിക്കപ്പെടുകയും അതിലൂടെ ലോക ജനസഞ്ചയം ഇവിടെ ഏറ്റവും വലിയ ഹിദായത്തിലേക്ക് മാർഗം ചെയ്തിട്ടുള്ള സത്യമാണ്. ആ ഖുർആൻ ലോകത്ത് നടന്ന എല്ലാ ചരിത്രങ്ങളെക്കുറിച്ചും സത്യമായ ചരിത്രങ്ങളെ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് ചരിത്രങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. ഒരുപാട് താക്കീതുകൾ നൽകിയിട്ടുണ്ട്, ഒരുപാട് സന്തോഷ വാർത്ത അറിയിച്ചിട്ടുണ്ട്. അങ്ങനെ ലോക സമൂഹത്തെ മാറ്റിമറിക്കുന്ന, ഹിദായത്തിലേക്ക് മാറ്റിമറിക്കുന്ന പരിശുദ്ധമായ ഖുർആൻ, ആ ഖുർആനെ മുൻനിർത്തിക്കൊണ്ട് അതിന്റെ പ്രത്യയശാസ്ത്രങ്ങളെ പ്രഭാഷണ ശൈലിയിൽ ലോകത്തോട് പറയുമ്പോൾ അത് എത്രത്തോളം സ്വാധീനമുണ്ടാവും എന്നത് നാം ചിന്തിക്കേണ്ട വിഷയമാണ്. അത്തരത്തിലുള്ള ഒരു വലിയ പ്രബോധന പ്രവർത്തനം, ദഅവാ പ്രവർത്തനമാണ് ഇവിടെ ഹാസിമി പോലുള്ള ഇവിടെ അറിയപ്പെടുന്ന പ്രഭാഷകർ ഈ കേരളത്തിൽ മുഴുവനും മോടി നടന്നുകൊണ്ട് ഇവിടെ നടത്തുന്നത്. അദ്ദേഹത്തെ പോലുള്ള പ്രഭാഷകരെ ഇന്ന് ഈ സമൂഹത്തെ, യുവാക്കളെ ആകർഷിച്ചുകൊണ്ട് ഇവിടുത്തെ വൈദഗ്ധ്യപ്പോകുന്ന സാമൂഹ്യമായും സാംസ്കാരികമായും ധാർമ്മികമായും മൂല്യച്യുതിയിൽ അകപ്പെട്ടു പോകുന്ന ഒരു സമൂഹത്തെ സംസ്കൃതിയുടെ ഭാഗമായിക്കൊണ്ട് ഉത്കൃഷ്ട സമൂഹത്തിന്റെ, ഉത്തമ സമൂഹത്തിന്റെ ഭാഗമാക്കി കൊണ്ടുവരുന്നതിൽ അവർ ചെയ്യുന്ന പ്രവർത്തനം ഏറെ ശ്ലാഘനീയമാണ്. അവർക്ക് അല്ലാഹു അത്തരം പ്രവർത്തനം നടത്തുന്നതിന് എല്ലാവിധ ഊർജ്ജസ്വലവും പ്രസരിപ്പും അനുഗ്രഹവും അതുപോലുള്ള എല്ലാവിധ കഴിവിനെയും അല്ലാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. അവർക്ക്
ദീർഘായുസ്സും ആഫിയത്തും അല്ലാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ള ഈ സംഘാടകർ ഒരുപാട് ബുദ്ധിമുട്ടിയാണ് ഇത്തരത്തിലുള്ള ഒരു നന്മയിലേക്ക് ക്ഷണിക്കുന്ന ഒരു വേദിയെ ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളത്. അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. അള്ളാഹു നമ്മളുടെ എല്ലാ ഉദ്ദേശങ്ങളും അള്ളാഹു സ്വീകരിച്ചിരുമാറാവട്ടെ. ഇവിടെ ഇന്ന് പ്രഭാഷണം നടക്കാറുണ്ട്. ഞാൻ എൻ്റെ വാക്കുകൾ, അദ്ദേഹത്തിന്റെ പ്രസംഗം നിങ്ങൾ പൂർണ്ണമായും കേൾക്കണമെന്ന് കരുതിയാണ് ഞാൻ നേരത്തെ വന്നുകൊണ്ട് എൻ്റെ ഉദ്ഘാടന പ്രഭാഷണം നിർത്തി ഇവിടെ പൂർത്തീകരിച്ചതിനു ശേഷം അദ്ദേഹത്തിന് വഴിമാറി കൊടുക്കുവാനാണ് നേരത്തെ വന്നത്. അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിച്ച് കേട്ടുകൊണ്ട് അത് ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതത്തിൽ അത് ഭാഗമാക്കി മാറ്റിക്കൊണ്ട് ഈ ഒരു പ്രഭാഷണം ഇവിടെ ഇരുന്നു കൊണ്ട് ഇത് നിങ്ങൾ ഈ ഇരുത്തം വെറുതെയാക്കാതെ ഇതിൽ കിട്ടുന്ന ഈ ഇൽമിനെ അത് ഒരു വലിയ ഊർജമാക്കിയെടുത്തുകൊണ്ട് നമ്മുടെ നാളേക്ക് വേണ്ടി പരലോകത്തിന് വേണ്ടി ഒരു വലിയ സ്വത്താക്കി മാറ്റുവാൻ നമുക്ക് അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന വചനം മുതൽ ഉദ്ഘാടനം നിർവഹിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞാൻ ഇവിടെ